അമ്മയുടെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടിജോ മാത്യു. ഞാൻ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഞാൻ വരുന്നത് പാലാ രൂപതയിലെ മണലിങ്കൽ ഇടവകയിൽ നിന്നാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് നൽകിയ വലിയ കുറച്ച് അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 22 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജോയിൻറ്റ് പെയിൻസിൻ്റെ പാലിൻഡ്രോമിക് റുമാറ്റിസം എന്ന ഒരു ജോയിൻറ്റ് പെയിൻസിൻ്റെ അസുഖം, അതായത് ഞാൻ +2 പഠിച്ചിരുന്ന കാലം മുതൽ എനിക്കുണ്ടായിരുന്നതാണ്. അപ്പം എല്ലാ മാസവും ഇങ്ങനെ ജോയിൻസിൽ വേദന മാറി മാറി വരും. അത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എല്ലാ മാസവും 4-5 തവണയും 6-7 തവണയൊക്കെ വെച്ച് വരുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു. അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെയിനായിട്ട് വേദന വരുമ്പോൾ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉടമ്പടി തൈലം ഉപയോഗിച്ച് നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം വേദന മാറുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു. അപ്പം അതങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയി. അതിനുശേഷം അഖണ്ഡ ചുവമല റാലി, അതായത് 2023 അഖണ്ഡ ചുവമല റാലിയിൽ പങ്കെടുത്തു. അപ്പം അതിനുശേഷം എനിക്ക് ഒരു തവണ മാത്രമാണ് വേദന വന്നിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഇപ്പം 3 മാസമായി ഇതുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. അപ്പം അതുപോലെ തന്നെ എനിക്കൊരു 3-4 വർഷമായിട്ട് ഒരു 2-3 തവണ അല്ലെങ്കിൽ 3-4 തവണ നല്ല രീതിയിൽ തലകറക്കം വന്നിട്ടുണ്ട്. അപ്പം തലകറക്കം വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറത്തേന് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കിടക്കുമ്പം കുഴപ്പമില്ല, എണീക്കുമ്പം തലകറങ്ങും. അപ്പം ആ ഒരു രീതിയിലായിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാനിപ്പോൾ ഉടമ്പടിയിൽ അതും നിയമമായിട്ട് വെച്ചിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 3 തവണ വന്നതിൽ 3-ാമത്തെ തവണ വന്നതെന്ന് പറയുന്നത് ഒക്ടോബർ 2023 ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നാണ്. അപ്പം അന്ന് രാവിലെ ഞാൻ 5:30 നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എണീറ്റപ്പം എനിക്ക് തലകറങ്ങുന്നതായിട്ട് തോന്നി. അപ്പം എനിക്കതൊരു വിഷമമായി. എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 മാസമേ ആയിട്ടുള്ളായിരുന്നു. അപ്പം അങ്ങനെ തലകറക്കം തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ മുറിയിലാണ് ഞാൻ സാധനം ചെല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്സ്റ്റെയറിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ ബെഡ്റൂം. അപ്പം ഞാൻ എൻ്റെ വൈഫും പിള്ളേരും വീട്ടിലില്ലാത്ത സമയമാണ്. ഡാഡിയും മമ്മിയും താഴത്തെ ഫ്ലോറിലുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി തീർത്തു. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ കട്ടിൽ കിടക്കുകയാണ്, ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പം എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ടും തലകറക്കം വന്നല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിടന്ന സമയത്ത് എനിക്കൊരു 6:30 മണിയായ സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല, ഡാഡി മമ്മീനെ പള്ളിയിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം എൻ്റെ കാലിൽ ഇങ്ങനെ തിരുമുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് വെറുതെ തോന്നുന്നതെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ നെറ്റിയിലവിടെ ഇങ്ങനെ തിരുമുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ശരിക്കൊന്ന് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി എൻ്റെ കൈ കൊണ്ടൊന്ന് തട്ടി മാറ്റി. അപ്പം അങ്ങനെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പം ബാക്ക് സൈഡിലൊരു കസേരയിൽ കൃപാസന മാതാവ് ഇരിക്കുന്നു. അപ്പം ഞാനൊരു കുറച്ച് സെക്കൻഡ് അമ്മയെ കണ്ടുള്ളൂ. പക്ഷേ എന്നെ തൊട്ടതും എൻ്റെ കൈ തിരിച്ച് ടച്ച് ചെയ്തതൊക്കെ ഞാൻ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അഖണ്ഡ ജപമാല റാലി വരുന്നത്. അതിനുശേഷം ഇതുവരെ എനിക്ക് തലകറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ജോയിൻറ്റ് പെയിൻസിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നൽകിയത്. പിന്നെ ഉടമ്പടിയിലൂടെ ലഭിച്ചതെന്ന് പറയുന്നത്, ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, ഞാൻ പറഞ്ഞു. അതുകൂടാതെ എനിക്കൊരു ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു മെയിനായിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം പുതിയൊരു സ്റ്റാഫിനെ അയാൾ മാറിയ സമയത്ത് പുതിയൊരു സ്റ്റാഫിനെ നോക്കുമായിരുന്നു. അപ്പം നമുക്കൊരു പുതിയ ഒരാളെ കിട്ടുന്നില്ല, 2-3 മാസമായിട്ടും കിട്ടുന്നില്ല, നമുക്ക് സ്യൂട്ടാവുന്ന ഒരാളെ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ഓഫീസിൻ്റെ ലൊക്കേഷൻ വെച്ച് അവിടെ ബസ് സൗകര്യമൊക്കെ കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ അതൊരു നിയമമായിട്ട് വെച്ചു. അപ്പം ഞാനത് ഉടമ്പടി 2023 സെപ്റ്റംബർ 3-ാം തീയതിയാണ് എടുത്തത്. അപ്പോൾ എടുത്തൊരു കറക്റ്റ് 10 ദിവസത്തിനുള്ളിൽ 13-ാം തീയതി ഒരു 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ
ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാഫിനെ കിട്ടി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒന്നാമത്തെ നിയമമായിട്ട് വെച്ചിരുന്നത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ വിശുദ്ധിയിൽ ജീവിച്ച് സ്ഥിരതയോടെ ജീവിച്ച് നിത്യത പ്രാപിക്കുക എന്നുള്ളൊരു നിയമമാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം അത് അന്ന് വെച്ച ദിവസം മുതൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ അത് പാലിച്ചു പോകാൻ പറ്റുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻറ്റ് പെയിൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ഫാദർ ഡോക്ടറാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം എനിക്കിങ്ങനെ ഒരു വചനം ഇങ്ങനെ മനസ്സിലോട്ട് വരുമായിരുന്നു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വചനങ്ങൾ. അതായത് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഒരു അന്ധനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈശോ പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, പ്രത്യേക ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചതെന്നും പറഞ്ഞു. അപ്പം അതിന് സാക്ഷി എന്നുള്ള രീതിയിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അപ്പം കർത്താവിൻ്റെ പ്രവൃത്തികളിൽ എന്നിൽ പ്രകടമാകാൻ വേണ്ടി തന്നെയായിരുന്നു 22 വർഷമായിട്ടുള്ള ഈ സഹനവും 3-4 വർഷമായിട്ടുള്ള തലകറക്കത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം അമ്മ നേരിട്ടെത്തി തന്നെ പരിഹരിച്ചു തന്നു. പിന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ ഒരു 2 കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു ആയുഷ് ഡോക്ടേഴ്സാണ്, ആയുർവേദ ഹോമിയൊക്കെ വരുന്ന ആയുഷ് ഡോക്ടേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ബില്ല്, അതായത് ഒരു പൊതുജനാരോഗ്യ ബില്ലെന്നുള്ള രീതിയിലൊരു ബില്ല് 2021 കൊണ്ടുവന്നിരുന്നു. അത് 2023 മാർച്ച് 20 നിയമസഭയിൽ വെച്ചിരുന്നു. അപ്പം ആ ബില്ലിൽ ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് അത് മാറ്റുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം ചീഫ് മിനിസ്റ്ററെ ആണെങ്കിലും മിനിസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ അവരെല്ലാം കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നെങ്കിലും ഒന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്നു വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് മാർച്ച് 20 രാവിലെയാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നത്. മാർച്ച് 20 നിയമസഭയിൽ വെച്ചു 2023. മാർച്ച് 20 വെച്ചതിലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അന്നെന്താ സെലക്ട് കമ്മിറ്റിക്ക് എന്തോ വിട്ടു. പക്ഷേ 2023 മാർച്ച് 21 ബില്ല് പാസ്സാക്കി. പക്ഷേ പാസ്സായപ്പോൾ ഞങ്ങൾ മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാറിയാണ് പാസ്സായത്. അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. അപ്പം പിന്നെ ഞാൻ എൻ്റെ തലകറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അതിന് വേണ്ടി പല സ്കാനിങ്ങുകളും MRIസും അങ്ങനെയൊക്കെ പലതും ചെയ്തിരുന്നു. എല്ലാം നോർമലായിരുന്നു. അപ്പം അതിലൊരു ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിന് മുമ്പ് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതായത് കൈരോട്ടിഡ് ആൻഡ് വെർട്ടിബിൾ ആർട്ടറീസിൻ്റെ ഡോപ്ലർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് 2023 നവംബർ 8-ാം തീയതി 6-ാം തീയതി റിക്വസ്റ്റ് കൊടുത്തത്, 8-ാം തീയതി ആയിരുന്നു എൻ്റെ സ്കാന്. എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിനു വേണ്ടി ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രം അത് ഒരു 3 മാസ കാലയളവിൽ 12 പാക്കറ്റ് മുതൽ 15 പാക്കറ്റ് വരെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് അഗതി മന്ദിരം ഉണ്ടായിരുന്നു, ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ പോയി അവരെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം ഓരോ തവണ നമ്മൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തിരുന്നു. പിന്നെ രോഗികളെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. പിന്നെ അരമണിക്കൂർ ഡെയിലി ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോന്നിരുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ, അതായത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:49 തിരുവചനമാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. അമ്മ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുന്ന അമ്മ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന സ്തോത്രഗീതം. തൻ്റെ പുത്രൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് ദൈവപിതാവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അത് അമ്മ പറയുന്ന സ്ഥലമാണ്. അത് കാനായാണ്. അത് ജെറുസലേമല്ല, ബെത്ലഹേമല്ല, നസ്രസ് അല്ല. എന്നാൽ അമ്മ ഒരു സ്ഥലം
നിശ്ചയിച്ചു. അത് ദൈവപിതാവ് തന്നെ അമ്മ പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് വെച്ചാണ് ഈശോ മഹത്വപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുന്നതിന് ചില സാഹചര്യങ്ങൾ, നമുക്കത് രോഗമാകാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളാകാം. എന്നാൽ അതൊക്കെ ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല, ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് ഈ ഡോക്ടർ തന്നെയാണ് ഇന്ന്, അത് ബൈബിൾ വചനമാണ്. അന്ധനായത് എന്തുകൊണ്ടെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന തിരുവചനമാണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ അത് ദൈവം മഹത്വപ്പെടാനുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ പിന്നീട് ഉടമ്പടി ജീവിതം പുഷ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ വന്ന് ഫലങ്ങളൊക്കെ ആയിട്ട് നാം പിന്നീട് വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നവരാകുന്നത്. അതിന് പകരം പരിഭവവും പരാതികളും ആവലാതികളുമായിട്ട് ഓരോ ദിവസവും നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകന് തന്നെ ഒരു ചിന്ത വന്നു, എന്തേ ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്കിങ്ങനെ 4 വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തലകറക്കം അത് വീണ്ടും മാറിയില്ലല്ലോ. പക്ഷേ അമ്മ ആ സമയത്ത് ഈ മകനെ തലോടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അമ്മ ഒരു കസേരയിൽ ഇരിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന നമുക്ക് ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കാം. അത് നമ്മുടെ ചിന്തയിൽ നാം മാറ്റം വരുത്തണം. എന്നാൽ അനുഭവിച്ച ഈ ഡോക്ടർ അതൊരിക്കലും തൻ്റെ അനുഭവത്തിൽ നിന്ന് മാറില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ വന്ന് അങ്ങനെ പറയുന്നത്. പിന്നീട് അഖണ്ഡ ജപമാല റാലിയിലും പങ്കെടുത്തു. തനിക്ക് 4 വർഷമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥത, തലകറക്കം അത് പൂർണ്ണമായും മാറുന്നു. 22 വർഷമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു റെയർ റൂമാറ്റിക് അതൊരു സിക്നെസ്, അതും ഡോക്ടറിന് മാറുകയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഇദ്ദേഹം ഉപയോഗിച്ചത്. മരുന്നുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവിടെയൊന്നും ഫലം കാണാതെ വരുമ്പോൾ ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെയാണ് അമ്മ ഈ മകനെ തൊടുന്നത്, അമ്മ പറയുമ്പോൾ ഈശോ എങ്ങനെ ഈ മകന് സൗഖ്യം നൽകുന്നു, തൻ്റെ ജീവിതത്തിൽ താൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനാണ് ആദ്യമായി നിയോഗം വെച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ത്രിത്വിക ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കൃപകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതാണ്. ഓരോ ദിവസവും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അത് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം തന്നെയാണ്. അല്ലെങ്കിൽ ഒരിടത്തുമുണ്ടാകാത്ത ഒരു അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ നടക്കുന്നു. ഓരോ മക്കളും വന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം ഉണരുന്നത് തന്നെ. അങ്ങനെ കൃപാസനത്തിലേക്ക് അമ്മ ചൊരിയുന്ന എല്ലാ കൃപകൾക്കും, അതുപോലെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടിയെടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.